കയ്യിലിരിക്കുന്ന ഫോൺ വാട്ടർ പ്രൂഫ് അല്ല, അതേപോലെ ഗിംബൽ പണി പാടും. എടാ കുളിക്കാതടാ ഗൈസ്, അഭ്യാസം കാണിച്ചു താഴെ സർഫോർഡിന്റെ താഴെ സർഫോർഡ്. എനിക്ക് തുഴയാൻ പോലും അറിയത്തില്ല. തുഴയാനാണ് കക്കുസിക്കുന്നവരെ കൊണ്ടുവന്നത്, അവരാണ് തുഴയാൻ അറിയാവുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഈ ക്യാമറ പിടിച്ചിട്ട് ഇങ്ങനെ വായിട്ടടിക്കൽ മാത്രമാണല്ലോ, പിന്നെ നിങ്ങളെ സ്ഥലമൊക്കെ കാണിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാനിപ്പോൾ എഫേർട്ട് ഇട്ടല്ലേ വരും. അപ്പോൾ അവർ തുഴയും, നമ്മൾ വെറുതെ. വെൽക്കം ടു അവർ ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് ബലാസ്ത ദാംബിസിലാണ്. പേര് കേൾക്കുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നുന്ന റിഗയിലെ ചെറിയൊരു സ്ട്രീറ്റ് ആണ്. ഇവിടെ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. സ്പെഷ്യൽ വ്ളോഗ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇത്രയും ഗുമ്മ വരുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു അടിപൊളി സംഭവമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇന്നൊരു ഇൻവിറ്റേഷൻ ഉണ്ട്. എൻ്റെ പുറകെ കാണുന്ന സ്ഥലം കണ്ടോ, അതൊരു ഷോപ്പാണ്, നമ്മുടെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന ഷോപ്പാണ്. ആക്ച്വലി ഇവിടെ കുറച്ച് നമ്മൾ റിഗയിൽ വന്നിട്ട് ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു സംഭവം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങളെ ഞാൻ ഈ വ്ളോഗിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു കിണ്ണം കാച്ചി വ്ളോഗ് ഇവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഒരുപക്ഷെ ഇത് ഈ ഒരു സ്ഥലത്തിലെ വ്ളോഗിന്റെ ഒരു തുടക്കമായേക്കാം. നല്ല കുറേ കാഴ്ചകളുണ്ട് ഇവിടെ കാണാൻ, കുറേ കാര്യങ്ങളുണ്ട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ മച്ചാന്മാരെ വ്ളോഗ് സ്കിപ്പ് ചെയ്യാതെ കണ്ടോ, നല്ല അടിപൊളി സംഭവമാണ് വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ മിസ്റ്റർ ടോക്കറ്റി ഗോയിങ് ടു ദ വ്ളോഗ് വിത്ത് യു ഗൈസ്. ഓക്കെ, അത്രയും മതി. നേരെ വ്ളോഗിലേക്ക്. ഇവിടെ പാച്ചൻ എന്ന അർജുനാണ് ഈ കടയുടെ ഓവറോൾ കിച്ചൺ അധികാരി എന്ന് പറയുന്നത്. കടയുടെ ഉൾവശമൊക്കെ ഞാൻ കാണിച്ചത്, അതിന് ചുറ്റുപാട് നമുക്ക് ആദ്യം കാണാം. ഇവിടെ ഒരുപാട് തരത്തിലുള്ള ബോട്ടുകൾ നിരത്തിയിട്ടിരിക്കുന്ന ഒരു വിസ്മയ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കൊച്ചു ടൈപ്പ് ബോട്ടുകൾ, സ്പീഡ് ബോട്ടുകൾ, പിന്നെ ഇതുപോലുള്ള ചെറിയ കപ്പലുകൾ. ഇതെന്താ സാധനമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. വല്ല മെയിൻ്റനൻസ് ബോട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, എനിക്ക് വലിയ പിടിയൊന്നുമില്ല. പണ്ട് കാലം മുതൽ ഇപ്പോഴത്തെ വരെ പുതിയ ബോട്ടുകൾ വരെ നമുക്കിവിടെ കാണാൻ, ചെറുതും വലുതുമായിട്ടുള്ള ട്രാവലർ പാസഞ്ചർ ബോട്ടുകളൊക്കെ. ഇതെല്ലാം ഈ കടയുടെ ഓണറിൻ്റെയാണ്, തെറ്റിദ്ധരിക്കേണ്ട. ഇതൊക്കെ പലരുടെയാണ്. ഇവിടെ ഒരു ബോട്ട് ജെറ്റ് പോലെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഈ റെസ്റ്റോറൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ചുറ്റിനും അത്യാവശ്യം നല്ല വൈബുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നിട്ട് നമുക്കൊരു ഹാഫ് ഡേയിൽ കൂടുതൽ ചില്ല് ചെയ്യാനും നൈറ്റ് പാർട്ടീസൊക്കെ ഓർഗനൈസ് ചെയ്യാനും ഗെറ്റ് ടുഗദറൊക്കെ ഓർഗനൈസ് ചെയ്യാനും അതിന് വേണ്ട വൈബൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതിനോടൊപ്പം തന്നെ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ഇവർ സ്വന്തമായിട്ട് വളർത്തുന്ന കുറച്ച് ഇതുപോലത്തെ മുന്തിരി, പ്ലംകിന്, പിന്നെ ടൊമാറ്റോ, മുളകുകൾ, അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഇതുപോലെ ഇരുന്ന് വൈബ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ ഇവരുടെ ഞാൻ പറഞ്ഞ ബലഭുഷ്ടമായ വസ്തുക്കളൊക്കെ അവരുടെ കടയിലേക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ എടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഈ കാണാനുള്ള ഈ കാഴ്ച, നമുക്ക് ഇവിടെ ഫുഡ് നമുക്ക് ഓർഡർ ചെയ്ത് അല്ലെങ്കിൽ ഫുഡ് സെറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ തന്നെ ഈ ഒരു റിവറിൻ്റെ ചുറ്റിനും അല്ല ഈ ഒരു സൈഡിൽ ഡൗഗോഗാവ റിവറിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ സാധിക്കും. നമുക്ക് ബാർബിക്യൂ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ചെറിയൊരു ബിയർ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നൈറ്റ് പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ എല്ലാ സെറ്റപ്പ് പറ്റും. നമ്മൾ സൈറ്റിൽ കയറി നേരത്തെ ബുക്ക് ചെയ്താൽ മതി. വേണ്ട അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തരും. ഇവിടെ ഇവനിങ്സിലാണ് ഈ പരിപാടിയും പാർട്ടീസൊക്കെ നടക്കുന്നത്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ക്ലോസ്ഡ് ആയിട്ടുള്ള ടൈമാണ്, അതുകൊണ്ടാണ് ഇപ്പം ഒരു റെസ്റ്റോറൻറ്റ് വൈബ് നമുക്കിവിടെ കിട്ടാത്തത്. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ബലാസ്ത ദാംബിസ്. അവിടെ സുബ് ഡെല്യു ആൻഡ് ലൈവു നോമ എന്ന് പറയുന്ന പ്ലേസിലാണ് നിൽക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഈ സബ് ബോർഡ്, അതുപോലെ തന്നെ സർഫിംഗ് ബോർഡുകൾ, ഇതുപോലത്തെ ചെറിയ ബോട്ടുകൾ, ഇതൊക്കെ റെന്റിന് കൊടുക്കുന്ന സ്ഥലമാണ്. സബ് ബോർഡും ബോട്ട് റെന്റൽസും ഉണ്ട്. ഒരു അവറിന് 10 യൂറോയും 3 അവറിന് 15 യൂറോ, 12 അവറിന് 25 യൂറോ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഇവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഇതൊരു റെസ്റ്റോറൻറ്റ് കം ആക്ടിവിറ്റി സെന്റർ ആണ്. നമുക്ക് ഈ പറഞ്ഞ ബോർഡിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരാം. ഇവിടെ ഒന്നെങ്കിലും വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക, അല്ലെങ്കിൽ ഇവരുടെ സൈറ്റിൽ കയറി ബുക്ക് ചെയ്തിട്ട് ഇവിടെ വരാം. അല്ലെങ്കിൽ ഇവിടെ ഡയറക്റ്റ് വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ആക്ടിവിറ്റീസ് ഒക്കെ. ഇവർ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ട്രിപ്പുകളുണ്ട്. ഇവിടെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് 25 കിലോമീറ്ററിൻ്റെ അങ്ങനെ എന്തോ സംഭവം പ്ലാനിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് എന്താണ് ഐഡിയ എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ വന്ന് ചെയ്യാൻ പറ്റും. www.sup24.lv ആണ് ഇവരുടെ സൈറ്റ്. നമുക്ക് ഇവരുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവരുടെ നമ്പർ ഉണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തേക്കാം. പിന്നെ ഇവിടെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വരാം, ചെയ്യാം. ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ചെയ്യാം. ഇത് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് സ്പ്രിങ്ങും സമ്മറുമാണ്. നമ്മളിപ്പോൾ ഓട്ടത്തിൻ്റെ തുടക്കത്തിലാണ്, ഓൾമോസ്റ്റ് എൻഡിങ് സീസണിലാണ് എത്തിയത്. നമ്മൾ അറിഞ്ഞു വന്നപ്പോൾ ലേറ്റ് ആയി, അതാണ് സംഭവം പറ്റിയത്. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം ഈ സ്ഥലമൊക്കെ. ഓക്കെ,
അദ്വൈത അഡ്വഞ്ചർ എന്നാണ് ഇവർ ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ പേര്. ആൻഡ് ഇവർ ചെയ്യുന്ന കയാക്കിങ്ങും അതുപോലെ സർഫിംഗ്, ബോട്ട് സർഫിങ്ങിൻ്റെ ഒക്കെ ഒരു ടൂർ പിക്ചേഴ്സാണ് ഈ കാണുന്നത്. ഇതെല്ലാം ഇവർ പല റേറ്റിലായിട്ട് ചെയ്യുന്നതാണ്. 25 യൂറോ, 20 യൂറോ, അതിനൊക്കെ വേണ്ടി. സൺറൈസും സൺസെറ്റും ഇത് രണ്ടാണ് ഇവരുടെ പ്രധാന പരിപാടികൾ. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളതിൻ്റെ ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളുമാണ്. ഇത് നിങ്ങൾക്ക് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ചെക്കൗട്ട് ചെയ്യാനാണ്. ഞാൻ വീഡിയോയിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജും അവരുടെ സൈറ്റും ഒക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയ ഫോട്ടോസാണ്, നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. അവരുടെ മെമ്മറീസാണ് ഇതൊക്കെ. ഈ ഷോപ്പിൽ എന്തൊക്കെ സർവീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അഡ്വഞ്ചർ പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ടോ? ആക്ടിവിറ്റീസ്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് അങ്ങനെ എന്തെങ്കിലും വരെ സ്വാമ്പ് എന്നാണ് പരിപാടിൻ്റെ. അതായത് നമ്മുടെ ഈ ചെളികൂടെയുള്ള നടത്തം, പിന്നെ സൺറൈസ് സൺസെറ്റും കാണാനാണ് ഒരു മെയിൻ പരിപാടി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇവിടെ അത് എത്ര യൂറോയാ ആ ഒരു അഡ്വഞ്ചറിനെ ചേരണമെങ്കിൽ? അവർ കറക്റ്റ് റേറ്റ് എനിക്കറിയുന്നില്ല. സൈറ്റിൽ കൊടുത്തിട്ടുണ്ടോ? സൈറ്റിലുണ്ട്, അദ്വൈത അഡ്വഞ്ചേഴ്സ് കമ്പനിയുടെ പേര്. പിന്നെ അതിനോടൊപ്പം തന്നെ അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പറയുകയാണെങ്കിൽ നമ്മുടെ ചെറിയൊരു ക്യാമ്പിംഗ് സെറ്റപ്പ് തന്നെ അല്ലേ? ചെറിയൊരു ക്യാമ്പിംഗ്, പിന്നെ പുള്ളിയാണ് നമുക്ക് വേണ്ട ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇതെടുത്ത് ചെയ്യാൻ വേണ്ടി ചെയ്തത്. ചൂസ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഫിലിപ്പ് മച്ചാനാണ് നമുക്ക് വേണ്ട തുഴയും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലൈഫ് സേവർ ജാക്കറ്റൊക്കെ തരുന്നത്. അവനെ നീന്താൻ അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എനിക്കിനി അതൊന്നും അറിയാത്തത് കൊണ്ട് അല്ലേ കേവനെ നമ്മളെ തുഴഞ്ഞ് രക്ഷിക്കോ? നീ വലിയ തുഴയൊക്കെ നോക്കിയെടുത്ത് ഇതൊക്കെ നീന്തുന്ന സാധനമാണോ? ഞങ്ങൾ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. അടുത്തതിന് എന്താ പരിപാടി എന്നുള്ളത് നമ്മുടെ ഫിലിപ്പ് മച്ചാൻ പറഞ്ഞു തരും. നമ്മൾ എങ്ങനെയാണ്, ഏത് റൂട്ടാണ് പോകേണ്ടതെന്നൊക്കെ. അർജുൻ ഇതേ പറ്റിയിട്ട് ബേസിക് ഐഡിയ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയാൻ വയ്യ, എനിക്ക് തുഴയാൻ പോലും അറിയത്തില്ല. തുഴയാനാണ് കക്കുസിക്കുന്നവനെ കൊണ്ടുവന്നത്, അവനാണ് തുഴയാൻ അറിയാവുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഈ ക്യാമറ പിടിച്ചിട്ട് ഇങ്ങനെ വായിട്ടടിക്കൽ മാത്രമാണല്ലോ. പിന്നെ നിങ്ങളെ സ്ഥലമൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എഫേർട്ട് ഇട്ടല്ലേ പറ്റൂ. അപ്പോൾ അവർ തുഴയും, നമ്മൾ വെറുതെ റെസ്റ്റോറൻറ്റിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെയാണ് ഇവരുടെ ബോട്ട്, ഇവരുടെ സർഫ് ബോർഡ് അല്ലെങ്കിൽ ഇവരുടെ കയാക്കിംഗ് ബോട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ വൃത്തിയാക്കുന്നതും പ്ലേസ് ചെയ്യുന്നതും സർവീസ് ചെയ്യുന്നതും ഒക്കെ. അതിനുശേഷം ഇവിടെ നിന്ന് ആവശ്യമുള്ള സ്ഥലത്തേക്ക്, അവർ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് അവർ കൊണ്ടുപോവുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കയാക്കിംഗ് ബോട്ടും അതുപോലെ അർജു ഒരു സർഫ് ബോർഡും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്നിട്ട് നമ്മുടെ പരിപാടിക്ക് ഇറങ്ങിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നതാണ് നമ്മുടെ മുതലാളി. ആൾ ഇപ്പോൾ വീഡിയോയിൽ വരാൻ താല്പര്യമില്ല, പുള്ളി സംസാരിക്കുന്നില്ല, പുള്ളിയുടെ മുഖം അത്ര ശരിയല്ല, പിന്നീട് വരാമെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ വേറെ ആരും ക്യാമറ എടുക്കാനില്ല, ഞങ്ങൾ 3 പേരും 2 സാധനമാണ്. അപ്പോൾ ഇത് ഇറക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ആരോഗ്യം വേണ്ടിയത് കൊണ്ട് എനിക്ക് ഇത് ഇറക്കുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഇറക്കി വെള്ളത്തിൽ ഇറങ്ങി തുഴയുന്നു. ഞാൻ വെറുതെ ഒരു തുഴ കൈ പിടിച്ചുകൊണ്ട് ഇരിക്കുന്നു, തുഴയുന്നുണ്ട്. ഞാൻ ഫ്രണ്ട് സൈഡിലാണ് ഇരിക്കുന്നത്, കാരണം പുറകിലിരിക്കുന്ന ആളാണ് കൈയാക്ക് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നതെന്ന വാസ്തവം മനസ്സിലാക്കിയിട്ടാണ്. ഇനി നമ്മുടെ ചെങ്ങായി ഫ്രണ്ടിൽ നിന്ന് പ്രോ തൊഴിൽ തുഴയുന്നത് അങ്ങോട്ടേക്ക് കാണിക്കാം. ദൂരെ കിടന്ന് തുഴയുന്നത് അർജുനാണ്. അവൻ പ്രോ സാധനമാണ് എടുത്തിരിക്കുന്നത്. നിന്ന് തുഴയുന്ന സാധനമാണ് അർജുന്റെ കയ്യിൽ നിൽക്കുന്നത്. അർജുൻ നിന്ന് ഭയങ്കര ഒരു കോൺഫിഡൻസോട് കൂടിയാണ് തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, നമുക്ക് അവരെ മറിച്ചിടാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. പക്ഷെ ഞങ്ങൾ മറിഞ്ഞാൽ പടി പാടും. കയ്യിലിരിക്കുന്ന ഫോൺ വാട്ടർ പ്രൂഫ് അല്ല. അതേപോലെ ഗിംബൽ പണി പാടും. എടാ കുളിക്കാതെടാ. തുഴയാൻ ബുദ്ധിമുട്ടുണ്ടോ കെവിനെ എങ്ങനെയുണ്ടോ? ഒറ്റയ്ക്ക് തുഴയാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്നെ സഹായിച്ചു. കാറ്റടിക്കുമ്പോൾ തന്റെ കൈയൊക്കെ പോവുകയാണ്. എന്നെ ഇവരെ എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോകുന്നു. ആ ഭാഗത്തായിട്ട് റിഗയുടെ സെന്റർ ആണോ, വലിയ കപ്പലൊക്കെ കിടക്കും, അവിടേക്ക് കൊണ്ടുപോകണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്.
എനിക്ക് നല്ല സംശയമുണ്ട് ഇവൻ ആ കപ്പൽ എയിം ചെയ്ത് പോവുകയാണോ, അതെ ആ ഭാഗത്തായിട്ട് വലിയൊരു കപ്പൽ കിടപ്പുണ്ട്, ആ കപ്പലിന്റെ അടുത്തേക്ക് പോവുകയാണോ എനിക്ക് സംശയമുണ്ട്. സ്വെറ്റ് ബാങ്കിന്റെ വലിയ ബിൽഡിംഗ് ആണ് കാണുന്നത്. അങ്ങോട്ടേക്ക് പോയാൽ നമുക്ക് ദൗഗൗഗാവ റിവർ എത്താൻ പറ്റും. കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. കെവിനുള്ള കോൺഫിഡൻസിലാണ് ഞാൻ ഇതിന്റെ ഫ്രണ്ടിൽ വെറുതെ തൊഴയാതിരിക്കുന്നത്. പിന്നെ ഈ ലൈഫ് ജാക്കറ്റ് ഉണ്ടല്ലോ, അഥവാ മറിഞ്ഞാലും ഫോണും കിമ്പലും പോയാലും നമ്മുടെ ലൈഫ് നമുക്ക് രക്ഷിക്കാമല്ലോ, അല്ലേ കെവിനേടാ? ഈ സാധനം ശരിക്കും എന്റെ വെയിറ്റിനൊക്കെ പൊന്തി കിടന്നോളൂ, ഒരു 90 കിലോ ഒക്കെ പൊന്തി കിടക്കും, സീനില്ല. പക്ഷെ ഈ തണുത്ത വെള്ളത്തിൽ നമ്മൾ മുങ്ങിപ്പോയ നമ്മുടെ ചില അസ്ഥാനങ്ങളൊക്കെ ചിലപ്പോൾ തണുത്ത് മരവിക്കാൻ സാധ്യതയില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവര് രക്ഷിക്കാൻ വരാൻ ലേറ്റ് ആയാൽ പിന്നെ വല്ല മീൻ വല്ലതും വന്ന് കൊത്തിപ്പറിച്ച ചൂണ്ടയാന്ന് കരുതിയിട്ട് ദൈവമേ അവൻ കറക്കുകയാണ്, ഞങ്ങൾ നിന്ന് കറക്കുകയാണ്. സംശയമല്ല, ശരിക്കും നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട് ഗൈസ്. നമ്മളൊന്നും ചെയ്യാതെ തന്നെ കയാക്ക് തന്നെ കറങ്ങുന്നു, നീങ്ങുന്നു. ഒരുത്തന്നെ അവിടെ റോഡ് നോക്കി പോകുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് ക്യാമറ തിരിക്കാം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് നിന്ന് തുഴയുന്ന എക്സ്പീരിയൻസ്? പേടിയുണ്ടോ? 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 വെള്ളത്തിൽ വീണാലും നീന്തി രക്ഷപ്പെടുന്ന ഉറപ്പുണ്ടോ? അത് ഉറപ്പാണ്. അതുകൊണ്ട് ഇരിക്കുന്ന സാധനം തൊടയാൻ എന്തെങ്കിലും പ്രത്യേക സ്കില്ല് വേണോ? എന്തെങ്കിലും സ്കില്ല് വേണോ? ഉറക്കെ പറയൂ പ്ലീസ്. ഭയങ്കര സ്കില്ലാണല്ലേ? ഇരുന്ന് തൊഴയാൻ. ഇനി കിടന്നു തൊഴയുന്നുണ്ടോ? കിടന്നു തൊഴയുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാവോ? അർജു കേൾക്കാവോ? കേൾക്കുന്നില്ല. തൊഴയൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമല്ല ഗൈസ്. ഇത് സിമ്പിൾ ആയിട്ടാണ്. കാറ്റിനെതിരെ തുഴയുന്ന കെവിന്റെ സ്കില്ല് അത് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. എന്നെ വരെ തുഴയാൻ കെവിൻ ഈ ഒരു നിമിഷ നേരം കൊണ്ട് പഠിപ്പിച്ചിരിക്കുകയാണ്. അവൻ എന്നോട് പറഞ്ഞിട്ട് നീന്ത് മിക്കവാറും തുഴയാൻ പഠിച്ചിട്ടേ ഇവിടുന്ന് കയറത്തുള്ളൂ. അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് ഗൈസ്. അവനെ പഠിപ്പിക്കും. മറ്റു നീങ്ങുന്നുണ്ട്. കെവിന്റെ ഒരു ഹെഡ് പോടാ. ശക്തമായ കാറ്റ് കാരണം കയ്യൊക്കെ പുറത്തോട്ട് പോകാൻ. എടാ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലേ? ഇനി ഇത് വിളിക്കാറില്ല. നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് തന്നെ നല്ല നല്ല ആഴ്ത്തി പിടിയത്. എടാ അത് ആഴ്ത്തിയാണ് തുഴയേണ്ടത്, മണ്ടയിട്ട് തുഴഞ്ഞാൽ പോരാ. അങ്ങനെ അഭ്യാസം കാണിച്ചു കിടക്കുന്നു താഴെ സർഫോർഡിന്റെ താഴെ. സർഫോർഡ് മൂഞ്ചി ഗൈസ്, സർഫോർഡ് മൂഞ്ചി. അദ്ദേഹം തുഴയുകയാണ്. എടാ അവന്റെ അടുത്തോട്ട് ചെല്ലടാ, അവന്റെ ഇത് വാങ്ങിക്കാം. അത്രേ ഉള്ളു. സെറ്റ് സെറ്റ് കേറി ഗൈസ്, സക്സസ്ഫുള്ളി കേറി ഗൈസ്. അർജുൻ പേടിച്ചോ നീ? പേടിച്ചില്ല, സെറ്റായിരുന്നു. കുളിച്ചിറങ്ങി. നിന്റെ ലൈഫ് ജാക്കറ്റിന്റെ കെട്ടെല്ലാം അഴിഞ്ഞു, അത് എടുത്തിട്ട്. ഞങ്ങളങ്ങനെ തുഴഞ്ഞിപ്പോ കുറെ ദൂരം എത്തിയിരിക്കുകയാണ്. നമ്മൾ കിറ്റ്സാല പാലം ഫോക്കസ് ചെയ്ത് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് കിറ്റ്സാല പാലം നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുള്ള സ്ഥലമാണ്. സ്വെറ്റ് ബാങ്കിന്റെ ബിൽഡിംഗ്, അതിനുശേഷം അവിടെ കിടക്കുന്നത് അത് ഏത് കപ്പലിന്റെ പേര് എനിക്ക് വെറുതെ ഏതോ ഒരു വലിയ കപ്പൽ. കുറെ നാളായിട്ട് ഇവിടെ നല്ല തിരയുണ്ട്. ഒരു സ്പീഡ് ബോട്ട് ഇപ്പൊ അങ്ങോട്ട് പോയിരുന്നു. ആ ബോട്ട് പോയതോടെ തിര വന്നു. തിര നമ്മളെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്തായാലും കുറച്ചുകൂടെ അങ്ങോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ്. കെവിന്റെ വിശ്രമമില്ലാത്ത തുഴയിൽ കാരണമാണ് ഇവിടെ വരെ എത്തിയത്. പിന്നെ കുറെ കൂടെ എന്നെയും തുഴയാൻ പഠിപ്പിച്ചു. ഞാനും നല്ല കാര്യമായിട്ട് ഞാൻ തുഴയുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാനൊക്കെ പഠിച്ചു. ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പുറകിലിരുന്ന ഒരു എഞ്ചിൻ പോലെ വർക്ക് ചെയ്യുന്ന കെവിനെയാണ് നമ്മൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക് എവിടെ വരെ പോകാൻ പറ്റുമെന്നുള്ളത്. അതിനുശേഷം നമ്മൾ വണ്ടി തിരിക്കുന്നതായിരിക്കും എന്നറിയിച്ചുകൊണ്ട് റിപ്പോർട്ടർ അശ്വിനോടൊപ്പം ക്യാമറമാൻ അശ്വിൻ, പിന്നെ നീ ആരായിട്ടൊരൊപ്പം തുഴയൽക്കാരൻ കെവിനോടൊപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് സൈൻ ഓഫ് തൽക്കാലത്തേക്ക് ചെയ്യുന്നു.
നമ്മളങ്ങനെ കയാക്ക് ചെയ്ത് സ്വെഡ് ബാങ്കിന്റെ പ്രധാന ബിൽഡിംഗ് കടന്ന് കുറേയധികം മുന്നോട്ടെത്തി. കിപ്സാല പാലത്തിന്റെ തൊട്ടടുത്ത് വരെ എത്തി. നേരത്തെ അവിടെ നങ്കൂരമിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ടാലിൻ ഷിപ്പ്, അത് ടാലിൻ ഷിപ്പായിരുന്നു കേട്ടോ. ആ ടാലിൻ ഷിപ്പ് അവിടെ നിന്ന് പോയതിന്റെ ഭാഗമായിട്ട് വേവ് നല്ല രീതിയിൽ ഇങ്ങോട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഷിപ്പെന്നല്ല, വേറെ ഏത് ബോട്ട് പോയാലും, ഒരു സ്പീഡ് ബോട്ട് പോയാലും ഇതുപോലെയുള്ള വേവ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ നേരത്തെ നിശ്ചല വെള്ളത്തിൽ നമ്മൾ തുഴഞ്ഞ പോലെ എളുപ്പമല്ല ഇച്ചിരി വേവ്സ് ഉള്ള വെള്ളത്തിൽ. അപ്പോൾ നമ്മുടെ കയാക്കിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കയാക്ക് വേവിന് ഓപ്പോസിറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ അറിയണം. നമ്മൾ ചരിഞ്ഞൊക്കെ വേവിൻ്റെ പാരലായിട്ട് കയാക്ക് വരികയാണെങ്കിൽ മറിയാൻ നല്ല സാധ്യതയുണ്ട് കയാക്ക്. നമ്മൾ ഒരു വിധത്തിലാണ് സെറ്റ് ചെയ്യുന്നത്. അതിശക്തമായ കാറ്റ് വിൻഡ് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. സോറി ഗൈസ്. ഇവരെ കൂടി നല്ല ഡിസ്റ്റൻസ് ഞങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ച് മീറ്ററുകൾ ദൂരെയാണ്, നമ്മൾ തുഴഞ്ഞു. ഫൈനലി ഗൈസ്, ഞങ്ങൾ ഉദ്യമം അവസാനിപ്പിച്ചു. ഞങ്ങൾ അവസാനം കരക്കടിപ്പിച്ചു. ഒരു വിധത്തിൽ ഇവിടെ ഇറങ്ങാൻ പറ്റിയ പാടുണ്ട്. ദൈവമേ, കെവിൻ ഉള്ളോണ്ട് ചുമ്മാതാന്ന് ഇവനെ ഞങ്ങൾ കൊണ്ടുവന്നത്. തൊഴ അറിയാവുന്ന ആള്. ഇനി നീ ഇറങ്ങുന്നത് കാണണ്ടേ. ചെയ്യാൻ അത്ര സിമ്പിൾ ഒന്നുമല്ല ഗൈസ്. കുറച്ച് സ്കില്ലൊക്കെ വേണം. കുറച്ച് സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ പരിപാടി നടക്കത്തുള്ളൂ. വളരെ സിമ്പിളായിട്ട് ആൾ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ഇറങ്ങാൻ വേണ്ടി കുറച്ച് പാടുപെട്ടു. ഫൈനലി ഗൈസ്, പരിപാടിയൊക്കെ അവസാനിപ്പിച്ചു. ഞങ്ങൾ തിരികെ എത്തി. ചുമ്മാ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. റിഗയിൽ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്നവരാണെങ്കിലും ട്രാവലിന് വരുന്നവരാണെങ്കിലും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്യേണ്ട എക്സ്പീരിയൻസ് ആണ്. നമുക്കൊരു 1 hour 2 hour നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് കയാക്കിംഗ് എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് കയാക്കിംഗ് ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർക്ക് സുഖമായിട്ട് ചെയ്യാം. തുഴയാൻ അറിയാവുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ കിടന്ന് വട്ടം അടിച്ച് പോകത്തേ ഉള്ളൂ. കയാക്കിങ്ങിന്റെ ABCD അറിയാത്ത ഞാൻ വന്ന് ഇവിടെ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, തുഴയാൻ അറിയാവുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം ഇവിടെ ഈ നിശ്ചല വെള്ളത്തിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ വേവ് ഉണ്ടാവും. വേവുള്ള സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് ഇച്ചിരി പാടാണ് കയാക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതൊന്ന് ശ്രദ്ധിക്കുക. റിയൽ വരുന്നുണ്ടെങ്കിൽ 10 € ചിലവുകൾ മച്ചാന്മാരെ. ഞാൻ തന്നിരിക്കുന്ന സൈറ്റിൽ ലിങ്ക് വന്നിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ ചിലവ്. ഇവിടെ വന്നിട്ട് മിസ്റ്റർ ടോക്കറ്റി എന്ന് പറഞ്ഞാൽ മതി. കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ തരുമായിരിക്കും. ഞാൻ പറഞ്ഞ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. വർണ്ണാഭമായ പലതരത്തിലുള്ള കയാക്കുകൾ, അതുപോലത്തെ റേസ് കയാക്കാന്ന് തോന്നുന്നു. എനിക്കിത് കറക്റ്റ് അറിയത്തില്ല. അതേപറ്റി കൂടുതൽ അറിയുന്നവർക്ക് അറിയാം. അങ്ങനെയുള്ള കയാക്കുകളൊക്കെ ഇവിടെ. നമ്മുടെ കയാക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കയാക്കിങ് കൊണ്ട് ഇവിടെ പ്ലേസ് ചെയ്തു. നമ്മളിവിടെ ഗസ്റ്റുകളായതുകൊണ്ട്, അതായത് ഇവിടെ ജസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സിന്റെ വിസിറ്റേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എക്സ്പെൻസും കാര്യങ്ങളൊന്നും ഇല്ലതുകൊണ്ട് നമ്മൾ തന്നെ എടുക്കണം, നമ്മൾ തന്നെ തിരിച്ചു കൊണ്ടുവെക്കണം. ടൂറിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്തോളും. ഇനി നമുക്ക് സാധനമൊക്കെ തിരിച്ചു കൊണ്ടുവെക്കണം. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് നമ്മുടെ ഈ ഓണറിനോട് താങ്ക്സ് പറയണം ഇതിന് വേണ്ടിയിട്ട്. Hello, thank you so much for this opportunity. Thank you so much. We will meet you some other time and we will talk in the vlog. Okay, super. I will mention your adventures in the vlog. Okay, super. Bye bye. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. പലതരത്തിലെ തുഴകളുണ്ട്. ഇതെന്താ പറയുക, റോ എന്നല്ലേ പറയുന്നത്? റോ ഉണ്ട്. പിന്നെ കുറേ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളിവിടെ തുഴയാൻ വരുന്നവർക്ക് ഈ സാധനങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും. മണിക്കൂറിന് 10 euro ആണ്. പിന്നെ ഞാൻ നേരത്തെ ബ്ലോഗിന്റെ തുടക്ക സമയത്ത് കാണിച്ചിട്ടുണ്ട് അതിന്റെ വില വിവരണങ്ങളും കാര്യങ്ങളും ഒക്കെ. നമുക്കിങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സംഭവങ്ങളും ഒരുക്കി തന്നത് നമ്മുടെ അർജുനാണ്. ഇവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി തന്നത്. നിങ്ങൾ ഇവിടെ വരുമ്പോൾ അർജുനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അർജു എല്ലാം സെറ്റ് ചെയ്ത് തരും. ഇവിടെ ഉണ്ടെങ്കിൽ, ലാറ്റ്വിയയിൽ ഉണ്ടെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അർജുവിന്റെ എക്സ്പീരിയൻസ് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. എല്ലാം അടിപൊളിയായിരുന്നു ഞങ്ങളുടെ പരിപാടിയൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കുക. നിങ്ങൾക്ക് കയാക്കിംഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്പ്രിംഗ് സമ്മർ ടൈമിൽ വന്നിട്ട് നിങ്ങൾ കയാക്കിംഗ് ചെയ്യുക. എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടെന്ന് പറയുക. കെവിൻ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ? വളരെ നല്ല എക്സ്പീരിയൻസ്. എന്റെ തുഴയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പറയില്ലല്ലേ? അർജുന് പിന്നെ പറയില്ല. വളരെ നല്ല എക്സ്പെർട്ട് ആയത് കാരണം രക്ഷപ്പെട്ടു. എന്തായാലും ഈ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് തന്ന ഓണറും പിന്നെ നമ്മുടെ ഫിലിപ്പ് ചേട്ടനും നമ്മുടെ അർജുവും എല്ലാവരും ഇവിടെ നമുക്ക് ഈ എക്സ്പീരിയൻസ് അതിനുവേണ്ടി എല്ലാ നന്ദിയും അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. കൂടുതൽ അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ ഇതുവരെ വരും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗൈസ്, സ്റ്റേ ട്യൂൺ, ലൈക്ക്, സബ്സ്ക്രൈബ്, പിന്നെ ബെല്ലൈക്കൺ. ഷെയറിംഗ് താല്പര്യമില്ല എന്നാലും ഓക്കെ. ഓൾ ദ ബെസ്റ്റ് എനിക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.